സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ വാർത്തയിലേക്കാണ് വീണ്ടും. അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. 3 മണിക്കൂറിലധികമാണ് 2 കുട്ടികൾ ഉൾപ്പെടെ 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ കുടുങ്ങിക്കിടന്നത്. അതല്ല, ഒരാൾ കൂടി, ഒരു സ്റ്റാഫ് കൂടി ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി അതിനൊപ്പം വരുന്നുണ്ടോ? കാര്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വേണം. പക്ഷേ ഒരാളെ ഒഴികെ ബാക്കി എല്ലാവരെയും താഴെ ഇറക്കി എന്നതാണ് അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളുമായി ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു 200 അടിയെങ്കിലും ഉയരമുണ്ട് എന്നതാണ് പഞ്ചായത്ത് അംഗം പറഞ്ഞത്. അക്കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം ഇനിയും ഒരു കാഴ്ചയിലെ ഉയരമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് തോന്നുന്നു. പക്ഷേ അപകടകരമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം അനുമതിയില്ലാത്ത, പഞ്ചായത്തിൻ്റെ പോലും അനുമതിയില്ലാത്ത, തദ്ദേശ സ്ഥാപനമാണല്ലോ പ്രാഥമികമായി എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ചുമതല അവർക്കുണ്ട്. ഇനി ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ നേരിട്ട് വലിയ പ്രോജക്റ്റുകളൊക്കെ സ്ഥാപിക്കാൻ സർക്കാർ അനുമതി നൽകാറുമുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിലൊക്കെ കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ജെയിൻ എസ് രാജ് നോക്കൊപ്പം ചേരുന്നത്. ജെയിൻ, എല്ലാവരെയും താഴെ ഇറക്കിയോ? ഒരാളെ കൂടി ഇറക്കാനുണ്ട് എന്നൊരു വിവരം നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാവരെയും താഴെ ഇറക്കിയോ? താഴെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 മുതിർന്നവരും 2 കുട്ടികളും പിന്നെ ഈ ഒരു ജീവനക്കാരനും ആണ് ഈ ഡൈനിങ് ഉണ്ടായിരുന്നത്. ഇവരെ ഏതാണ്ട് 4 പേരെയും കുട്ടികളെയും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മുകളിലേക്ക് കയറിയവരാണ് താഴത്തേക്ക് ഇറങ്ങാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ വിനോദസഞ്ചാരികൾ കടന്നുപോയത്. പക്ഷേ അപകടരഹിതമായി അവരെ സുരക്ഷിതമായി തന്നെ താഴത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇനി ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം സാഹസിക ടൂറിസം പദ്ധതികൾ ആരംഭിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡവും നിയമവും ആവശ്യമാണ്. കാലോചിതമായി ഇത്തരം നിയമങ്ങളൊക്കെ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇത്തരം സംവിധാനങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. നിലവിൽ സംസ്ഥാന അഡ്വഞ്ചർ ടൂറിസം കൗൺസിൽ അവരാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതികൾ നൽകുന്നത്. പക്ഷെ അവർ എത്രത്തോളം കോമ്പറ്റീറ്റിംഗ് അതോറിറ്റിയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്താനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അടങ്ങിയ സംഘമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡവും നിയമവും ചട്ടവും ഒക്കെ ആവശ്യമാണ്. നിലവിൽ അതില്ല എന്നുള്ളതാണ് ഇത്തരം സംവിധാനങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത്തരം കേന്ദ്രങ്ങളിൽ അപകടകരമായ സാഹചര്യത്തിൽ ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ആനച്ചാൽ മേഖലയിൽ നമുക്കറിയാം സിപ്പ് ലൈൻ, അതായത് റോപ്പ് വേ പോലെ ആളുകൾ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് പോകുന്ന സംവിധാനമുണ്ട്. ഇവിടെയൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അപകടങ്ങളൊക്കെ മറച്ചു വെക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനു മുമ്പ് ഒരു സിപ്പ് ലൈനിൽ നിന്ന് ഒരു ജീവനക്കാരൻ വീണ് പരിക്കേറ്റിരുന്നു. പക്ഷേ ആ സംഭവം മൂടിവെക്കുകയും അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുകയുമാണ് ഉണ്ടായത്. മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഒരാൾ എന്ന നിലയിലാണ് അതുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് ഉണ്ടായതും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പറഞ്ഞതുമൊക്കെ അത്തരത്തിലായിരുന്നു. അങ്ങനെ ഇത്തരം അപകടങ്ങൾ മറച്ചു വെക്കപ്പെടുകയോ മൂടി വെക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അടക്കം പരിശോധനയോ അനുമതിയോ ഇതിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഉണ്ടായിരുന്നു എന്ന് അവർ പഞ്ചായത്ത് അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ ചുമതലയല്ല എന്നതാണ്. എന്തായാലും അപകടകരമായ സാഹചര്യമുണ്ട്.